വെടിക്കെട്ട് സിനിമയില് അഭിനയിച്ച നായിക ഉണ്ടല്ലോ, ഐശ്വര്യ. ഐശ്വര്യയും സുധികോപ്പയുടെ പേരായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചായിരുന്നു ആ ഷൂട്ടിൽ. ഇല്ല, ഇവിടെ അടുത്തൊരു റിസോർട്ടുണ്ട്, ആ റിസോർട്ടിൽ വെച്ചായിരുന്നു അവര് ഷൂട്ടാവുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മോളി ചേച്ചി ഇതിനകത്ത് അഭിനയിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മള് മലയാളികൾ ലോകത്ത് എവിടെ ഉണ്ട് അവിടെയൊക്കെ മോളി ചേച്ചിനെ അറിയും. മോളി ചേച്ചിനെ മാത്രമേ അറിയുള്ളൂ നമ്മള്. കാരണം അത്രയ്ക്ക് നല്ല ഒരു ആർട്ടിസ്റ്റാണ് അവര്. മോളി ചേച്ചിനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ ചവിട്ട് നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീടുണ്ടായിരുന്നു, ഒരു ദേവസ്യാശ എന്ന് പറഞ്ഞു. അവിടെ ഈ മോളി ചേച്ചി ചെറുപ്പത്തിൽ വരും. അപ്പം ഞങ്ങളെ കുഞ്ഞുങ്ങളാ ഈ താളം കേൾക്കാൻ വേണ്ടല്ലോ, ഒരു കൊട്ടുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഓടി ചെല്ലും. അപ്പോൾ ഇവരൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യണതാണ് എന്നാ ചവിട്ട് നാടകം. അന്നോട്ട് നമുക്ക് ഈ നാടകം ഇതിനോടുള്ള ഭയങ്കര താല്പര്യം ചെറുപ്പം പോലെ. എനിക്ക് തന്നെ എൻ്റെ ഒരു 14-ാമത്തെ വയസ്സിൽ ഞാൻ മേക്കപ്പ് ഇട്ടതാണ്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ എനിക്ക് എന്നിലൊരു കലാകാരനുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിനേതാവുണ്ടെന്ന് തിരിച്ചറിയുന്നത് ആ പ്രായത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചാപ്പലുണ്ട്, ഈ സെയിൻറ്റ് ജേക്കബ് ചാപ്പൽ എന്ന് പറയുന്ന ഒരു ചെറിയ പള്ളിയാണ്. അവിടെ 31st ഇങ്ങനെ മത്സരങ്ങൾ നടത്തും, ഫാൻസി ഡ്രസ്സ് മത്സരമൊക്കെ നടത്തും. അപ്പോൾ അതിൽ മഹർഷിയായിട്ടൊരു വേഷം ഇടാൻ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞാൽ കലാകാരൻ തന്നെയാണ് അദ്ദേഹം, കലാനിലയം പീറ്റർ എന്ന് പറയുന്ന നാടക നടൻ്റെ മോനാണ് ഡെൽവി പീറ്റർ, എൻ്റെ സുഹൃത്ത്. അദ്ദേഹമാണ് എന്നെ ഒരുക്കിയത്. അന്ന് എനിക്ക് അവിടുന്ന് പ്രൈസ് കിട്ടി. ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത് വേഷം കെട്ടിയതാണ്, ഒരു മഹർഷിയുടെ വേഷം. അന്ന് എനിക്ക് അവിടെ പ്രൈസ് അടിച്ചു. അപ്പോൾ ഇവര് പറഞ്ഞ് നമുക്ക് ഒരു നാടകം ചെയ്താലോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ധൈര്യമായല്ലോ. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളൊരു നാടകം ചെയ്തു. പിന്നെ അങ്ങനെ നമ്മൾ വലിയ നാടകത്തിലേക്കൊക്കെ കയറി വരുന്ന അമേച്ചർ തന്നെ, പ്രൊഫഷണൽ ഞാൻ പോയിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ ഡാൻസ് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് പഠിച്ച് ബ്രേക്കായി. അപ്പൊ അങ്ങനെ ഒരു കാലൊരു ആക്സിഡന്റ് ബ്രേക്കായി, ഭരതനാട്യം ബ്രേക്കായി. അപ്പൊ ഈ കലയിലോട്ട് നമ്മൾക്കൊക്കെ ഒരുപാട് ആഗ്രഹവും ഇഷ്ടവുമുള്ള ആൾക്കാർ. സിനിമ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഏത് വ്യക്തിക്കും കലയോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. ചിലര് പറ്റാത്തതുകൊണ്ട് ചിലർ അതിനെ വിമർശിക്കും, മറ്റുള്ളവർ ചെയ്യുമ്പോൾ. പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും കലയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അത് പാട്ടിലായിരിക്കും. ഇപ്പൊ എന്റെ മകള് ഒരു പ്ലേബാക്ക് സിംഗറാണ്, എർഷലേം നായക, അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ പാടി. റഫി രത്ന അവാർഡ് വിന്നറാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആക്ടിങ്ങും മകള് സിംഗിങ് ഡാഡി ആക്ടറാണ്. ഡാഡി ഒരു പടം ചെയ്തിട്ടുണ്ട്, പാത്തുമ്മയുടെ ആള് എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇനിയുണ്ട് കാര്യങ്ങൾ. ഇപ്പൊ എന്റെ ഈ പടം കഴിഞ്ഞിട്ട് ജനുവരിയിൽ ഒരു പക്ഷേ ആത്മ എന്ന പടം റിലീസാവും. അതിലുണ്ട് മമ്മി സെഞ്ചുറിന്റെ ആത്മ എന്ന് പറഞ്ഞ പടം, അതിലുണ്ട്. പിന്നെ കുറെ പടങ്ങളും വരാൻ വെയിറ്റിംഗ് ആണ്. ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കയുടെ ബൂമറാങ്കിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജോഷി സാറിന്റെ പടത്തില് പോലീസുകാരന്റെ വേഷമായിരുന്നു. പിന്നെ വിക്രമാദിത്യൻ. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ അനുഭവങ്ങളും അതുപോലെ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. ജോഷി സാറിന്റെയും ലാൽ ജോസ് സാറിന്റെ പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വലിയ ആൾക്കാരുടെ പടത്തിലാണ്. ആഗ്രഹിക്കുന്നത്. ശരിയാണ്. അപ്പൊ നമ്മുടെ പടം ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് നമ്മുടെ പടം ഇഷ്ടപ്പെട്ടേ പറ്റൂ. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് എല്ലാവരും പുതുമുഖങ്ങളാണല്ലോ, പുതുമുഖങ്ങളാണ് നമ്മള്. അതെ അതെ. പക്ഷെ എന്നാലും പുതുമുഖങ്ങളാണെങ്കിൽ ഒരു പുതുമയുള്ള പ്രമേയമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കാരണം വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ സുധീർ സാലി സംവിധായകൻ ഇത് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഐഡിയയിലാണ് സംഭവം പോകുന്നത്. അത് മലയാള സിനിമയിൽ ഒരു പുതുമ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പ്രേക്ഷകരെല്ലാവരും സ്വീകരിക്കും. തീർച്ചയായിട്ടും. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ? അതാണല്ല, നമ്മളൊരു ഫേസ് ഇഷ്ടപ്പെട്ടാലല്ല പിന്നെ അയാൾ എന്ത് കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം. ആദ്യമായിട്ടൊരു മുഖം കാണുമ്പോ ഇവനെ അതാന്നൊക്കെ ചോദിക്കണല്ലോ നമ്മളോട്, അല്ലേ? സ്വാഭാവികല്ലേ? പക്ഷെ പരിചയമാവും. നമ്മ ഒരു സിനിമ 2 മണിക്കൂർ കണ്ടു കഴിയുമ്പോ അയാളുമായിട്ട് നമ്മൾ അങ്ങോട്ട് ചേരും, ഇല്ലേ?
പിന്നെ അയാൾ ഇനി അടുത്തൊരു പടം ചെയ്യുമ്പോ ഒന്നും കൂടി നമുക്ക് ഇഷ്ടമാവും. അങ്ങനെയാണല്ലോ എല്ലാരും. ഇഷ്ടമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. അതിനേലും വലുത് ഒന്നുമില്ല. അവര് ആ ഇഷ്ടം നമ്മളെ കാണുമ്പോ കൊള്ളായിരുന്നു നന്നായിട്ടുണ്ട് കേട്ടോ. സോണി നന്നായിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. കാരണം ഈ പടത്തിൽ നമ്മൾ ചെയ്തപ്പോ ഈ ചിരിക്കുന്ന മുഖം മാത്രം ഒരുപാട് ഞങ്ങള് ശാരീരികമായിട്ട്, കാരണം ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവിടെ നമ്മളെല്ലാരും ഈ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ അല്ലെ നെക്സ, ഈ 16-17 വയസ്സല്ലല്ലോ. ഇതില് വേറെ സംഭവം ഉണ്ടായിട്ടാ. അപ്പൊ അതിൽ കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ അതില് ചെയ്തേക്കണ വർക്ക്. പാറ പുറത്താണല്ലോ ഷൂട്ടിങ്. അപ്പൊ ഒരു ജീപ്പിലേക്ക് ഓടിക്കയറുന്ന ഒരു രംഗമുണ്ട് ഇവർക്ക്. അപ്പൊ ഇയാള് ഓടിച്ചിടുന്ന രംഗമാണ് മറ്റേ സെക്കൻഡ് ഹീറോയിന്. അപ്പൊ ഞാൻ ഡയറക്ടറാണല്ലോ, അപ്പൊ ഇയാൾ ഓടിച്ചിടുന്ന ഇതില് ഞാൻ വീണ ആദ്യം തന്നെ. ഞാൻ ക്യാമറയും കൊണ്ട് വീണു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹീറോ പോയിട്ട് ജീപ്പിന്റെ ടയർ ഇപ്പൊ അടിച്ച് വീണു. ഞാനാണ് ആദ്യം വീണത് കേട്ടോ. എന്നെ പൊക്കാൻ ഒരാളും ഇല്ല. എല്ലാരും സെക്കൻഡ് ഹീറോയുടെ പൊക്കാൻ വേണ്ടി പോയി. ഞാനിവിടെ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുന്നു. ഞാൻ പറയടാ എല്ലാം കൂടെ അങ്ങോട്ട് ഓടി. അതുകൊണ്ട് ഓടിപ്പോയി ഓർമ്മയില്ലായിട്ട് മറന്നു. ഞാൻ വീഴ്ചയില് മറന്നു. വേറെ ആരെങ്കിലും ഓർത്തരുന്നുണ്ടോ? എല്ലാവർക്കും പരിക്കുകളൊക്കെ പറ്റി അവിടെ ഇവിടെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതില്. അപ്പൊ ഈ പുഞ്ചിരി കളയാതെ ശേഷം എല്ലാവരും കേട്ടോ ഇതിനകത്ത് എല്ലാ മെമ്പേഴ്സും ഇപ്പൊ സുധീർ സാലി നമ്മുടെ ഡയറക്ടറാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ DOP ടോൺസി അലക്സ് സാറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ടോൺസി. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും. പിന്നെ ആദ്യം ഞാൻ പേടിച്ച ഒരാളാണ് ടോൺസി സാർ. ആദ്യം ഞാൻ പേടിച്ച ഒരാളാണ്. അവിടെ ഷൂട്ട് നടക്കുമ്പോൾ അതുപോലെ പിന്നെ നല്ലൊരു മനുഷ്യൻ, നല്ല സ്വഭാവം. സുധീർ സാലിയുടെ സാറ് ഡയറക്ഷൻ പഠിപ്പിച്ച സാറാണ് പ്രവീൺ നായർ എന്ന് പറയും. ചീഫ് അസോസിയേറ്റ് ആയിട്ട് പുള്ളി ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാരണം പുള്ളി ഒരുപാട് പടം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും പുതിയൊരു പടം ഒരു കഴിഞ്ഞ ദിവസം പൂജ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത്, രഘുരാം എന്നും പറഞ്ഞൊരു സിനിമ. അപ്പൊ അതൊക്കെ ഒരുപാട് ഞങ്ങളെ പോലെ ഈ തുടക്കക്കാർക്ക് അല്ലേ. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതല്ല പ്രൊഡ്യൂസറെ. ഞാൻ പറഞ്ഞു കാരണം പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് 1 വർഷമാകുമ്പോൾ. കാരണം അത് പുള്ളി ഒരു പ്രൊഡ്യൂസറാകാൻ വേണ്ടി വന്നതല്ല, ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. നല്ല മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ കലാകാരന്മാരെ ഇന്ന് ഉയർത്തിക്കൊണ്ട് വളർത്തുക, അവരൊറ്റ ലക്ഷ്യം മാത്രം പുള്ളിക്കുള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞത് ഇതിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് ലാഭമൊന്നും വേണ്ട, ഈ മുടക്കിയ പൈസ കിട്ടിയാൽ ഞാൻ നിങ്ങളെ വെച്ച് അടുത്ത പടം ചെയ്യുന്ന പുള്ളി പറഞ്ഞത്. കാരണം അത്രയും നല്ലൊരു നമുക്ക് കിട്ടുന്ന വേഷം തന്നെ ഏറ്റവും വലിയ പേയ്മെന്റ്, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. അതെ അതെ, ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഈ 2 വ്യക്തികളോടാണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ. പിന്നെ ദൈവം ആണല്ലോ നമ്മളിവിടെ ഈ നിമിഷവും നിർത്തുന്ന ദൈവം തന്നെയാണല്ലോ. അത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇട്ടതെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.